നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്രമായ വിശകലനം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ വാർത്തകൾ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 6 മണിയോടെ കൊച്ചിയിലെത്തും. 7 മണിക്ക് മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. നഗരത്തിൽ ഹോസ്പിറ്റൽ റോഡ്, മേനക, ഹൈക്കോർട്ട് ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 4000 കോടി രൂപയുടെ 3 വൻകിട പദ്ധതികൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി വിനീത വി.ജി. ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിനീത, പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശനം, പരിപാടികൾ എങ്ങനെയാണ്? ക്രിസ്റ്റിന, 2 ദിവസത്തെ പരിപാടിക്കായാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് ഇന്ന് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. പോലീസിന് പുറമെ തന്നെ SPG ഈ പരിപാടി നടക്കുന്ന എല്ലാ സ്ഥലത്തെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 6 SP-മാരുടെ നേതൃത്വത്തിൽ 2000-ലധികം പോലീസുകാരാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നഗരത്തിലുള്ളത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതൊക്കെ വഴിയിൽ വാഹനങ്ങൾ തിരിച്ചുവിടുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ തന്നെ നൽകിയിട്ടുമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുക. നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് എത്തും. പിന്നീട് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് റോഡ് ഷോ. അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്ന പരിപാടി ഈ റോഡ് ഷോയാണ്. റോഡ് ഷോയിൽ ഏതാണ്ട് 50,000 പേർ പങ്കെടുക്കുമെന്നാണ് BJP പറയുന്നത്. ഏതാണ്ട് 1.3 കിലോമീറ്ററാണ് ഈ റോഡ് ഷോ ഉള്ളത്. അതായത് അദ്ദേഹം ഇന്ന് തങ്ങുന്ന ഗസ്റ്റ് ഹൗസ് വരെ, ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ഈ ഗസ്റ്റ് ഹൗസ് വരെ ഈ റോഡ് ഷോ നീളും. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തുടങ്ങി നാളെ രാവിലെയോടുകൂടി ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കും. അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉച്ചയോടുകൂടി അദ്ദേഹം വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തും. കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, അതോടൊപ്പം തന്നെ പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും. പിന്നീട് ഏതാണ്ട് 11 മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജ് യോഗമുണ്ട്. ഈ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. ക്രിസ്റ്റീന. ശരി, S. വിജയകുമാർ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിജയകുമാർ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും കൃത്യമായി കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു വിമർശനം പാർട്ടിയിൽ തന്നെ ഉള്ളപ്പോഴാണ് 3 വമ്പൻ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ നടക്കാൻ പോകുന്നത്. മാത്രവുമല്ല, സർപ്രൈസായി ഒരു 2ാം വിമാനവാഹിനി കപ്പലിനുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയേക്കുമെന്ന സൂചനയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാഷ്ട്രീയമായി എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും പ്രധാനമന്ത്രി ഭാഗത്ത് നിന്ന്? ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പിന് വളരെ അധിക ദിവസങ്ങളില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അതിന് വളരെ മുമ്പ് തന്നെ പ്രധാനമന്ത്രി തുടർച്ചയായ 2 തവണ കേരളത്തിലേക്ക് എത്തുന്നു, രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ ഗൗരവത്തിൽ കേരളത്തെ കേന്ദ്ര സർക്കാരോ BJPയും രാഷ്ട്രീയമായി കാണുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. നമുക്കറിയാം, തൃശ്ശൂരിൽ ഒരു റോഡ് ഷോ നടത്തിയത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിന് ഒപ്പം തന്നെ അവിടെ BJPയുടെ വനിതാ പ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു വലിയ സമ്മേളനം, ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ അതിൽ പങ്കെടുത്തു എന്നാണ് സംഘാടകർ വിലയിരുത്തുന്നത്. ആ നിലയിൽ വളരെ ഗൗരവത്തിൽ തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി തുടർച്ചയായ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നത് രാഷ്ട്രീയമായി BJP കേരളത്തിൽ നടത്താനിരിക്കുന്ന നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് വിലയിരുത്തുന്നത്. ഇന്നത്തെ റോഡ് ഷോയിൽ ഏതാണ്ട് 50,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കും എന്നതാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൂടെ ഈ റോഡ് ഷോ കടന്നു പോകും. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമായിരിക്കും യാത്ര കടന്നു പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ BJPയുടെ സംഘടനാ തലത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ സംഘടനാ സംവിധാനത്തിൽ പുതുതായി രൂപീകരിച്ച ശക്തി കേന്ദ്ര എന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ബൂത്ത് കമ്മിറ്റികളുടെ 4 ബൂത്ത് കമ്മിറ്റികൾ ചേർന്നിട്ടുള്ളതാണ് BJPയുടെ ഒരു ശക്തി കേന്ദ്രം. അത്തരത്തിൽ ആ ശക്തി കേന്ദ്രയുടെ ചുമതലയുള്ള 7000-ഓളം BJPയുടെ പ്രാദേശിക ഘടകങ്ങളിലെ നേതാക്കളെയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്യുന്നത്. അത് സംഘടനാ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി BJP നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ ഈ സംഘടനാ സംവിധാനത്തെ
അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ പരിപാടിയെ BJP നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് രാഷ്ട്രീയമായി BJPയോട് വലിയ വിയോജിപ്പ് പുലർത്തുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. രാഷ്ട്രീയമായ വലിയ വിമർശനം ആ സർക്കാരിൽ നിന്ന് BJP കേന്ദ്ര നേതൃത്വത്തിനോ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് LDFന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായി തന്നെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരത്തിനൊരുങ്ങുന്നു. BJP ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ, മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ആ നിലയിൽ ഡൽഹിയിൽ BJP വിരുദ്ധ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത്തരമൊരു സർക്കാർ കൂടിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി നടത്താനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, ഈ കേരളത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വന്നപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായ ഓഫീസ് ഏത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ വിമർശനം. അത് ഏറെ ദിവസം കേരളത്തിൽ അതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് അത്തരം ഒരു ഓഫീസിനെതിരെ നടപടി ഉണ്ടാവാത്തതെന്ന ചോദ്യം അന്ന് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ പ്രസംഗം. അതിനുശേഷം അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു റോഡ് ഷോയും രാഷ്ട്രീയ പരിപാടിയും ഒരു പൊതുസമ്മേളനവും ഒക്കെ പ്രധാനമന്ത്രി കൊച്ചിയിൽ നടത്തുന്നത്. വൈകാതെ തിരുവനന്തപുരത്തും അദ്ദേഹത്തിൻ്റെ ഈ റോഡ് ഷോയും പൊതുപരിപാടിയും ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. BJP രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന 3-4 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആ നിലയിലുള്ള BJPയുടെ നീക്കങ്ങൾ. അതിന് പ്രധാനമന്ത്രി നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം മണ്ഡലങ്ങളുടെ പട്ടികയിൽ എറണാകുളമില്ല. അങ്ങനെ എറണാകുളം അതിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും എറണാകുളം എന്നത് കേരളത്തിൻ്റെ ഒരു വ്യാവസായിക തലസ്ഥാനം കൂടിയാണ്. അവിടെ വികസന പദ്ധതികൾ, നേരത്തെ കൃഷ്ണ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട്. കേന്ദ്രം കേരളത്തെ വികസന കാര്യത്തിൽ ഗൗരവമായി പരിഗണിക്കുന്നു എന്നത് ഉയർത്തിക്കാട്ടാൻ വേണ്ടി ഈ വേദി പ്രധാനമന്ത്രി ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരിപാടി. BJPയെ സംബന്ധിച്ച് സംഘടനാ തലത്തിലും ഈ ശക്തി കേന്ദ്ര അംഗങ്ങളുടെ യോഗം എന്നത് സംഘടനാ തലത്തിലും പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂരിലെ റോഡ് ഷോ പലപ്പോഴും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് പ്രവർത്തകരുടെ മനസ്സ് തൊടാനും അവരിലേക്ക് എത്തിച്ചേരാനും ആകുന്നില്ല എന്ന ഒരു വിമർശനം കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ശക്തി കേന്ദ്രയെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ BJPയുടെ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കാനും അവർക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പുതിയ ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെ തന്നെ അല്ലേ? ക്രിസ്റ്റിന, കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായതിനു ശേഷം നടന്ന ഏറ്റവും വലിയ സംഘടനാപരമായ ഒരു മാറ്റം എന്നത് ഈ ബൂത്ത് തലത്തിലുള്ള ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുക എന്നതായിരുന്നു. അങ്ങനെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും സജീവമായിട്ടുണ്ട് എന്നതായിരുന്നു BJP സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു അവകാശവാദം. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും പിന്നീട് നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. അന്ന് അത് LDF UDF പോരാട്ടത്തിൽ BJPക്ക് ഒരു ഇടപെടാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് പ്രവർത്തകരുടെ അല്ലെങ്കിൽ BJP അനുഭാവികളുടെ വോട്ട് CPM വിരുദ്ധ വോട്ടുകളായി മാറി എന്നതായിരുന്നു BJP സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും BJPക്ക് ജയസാധ്യതയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന A+ കാറ്റഗറിയുള്ള മണ്ഡലങ്ങൾ, ഉദാഹരണത്തിന് ഈ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങൾ, പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ പരമാവധി ശക്തി സംഭരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് BJP സംസ്ഥാന ഘടകത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിൽ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളുടെ പ്രചാരണത്തിൻ്റെ ചുമതല തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കും എന്ന് JP നദ്ദ സംസ്ഥാന ഘടകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയും തിരുവനന്തപുരവും ഒക്കെ. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി സംസ്ഥാന ഘടകം എടുക്കുന്ന സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക്, ഒരു തന്ത്രത്തിനപ്പുറത്തേക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ടായിരിക്കും ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ A+ കാറ്റഗറി എന്ന് BJP സ്വയം വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണം അവർ തന്നെയായിരിക്കും നടത്തുക. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഈ യാത്രകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കൊച്ചി അതിൻ്റെ ഒരു വേദിയായി മാറുന്നത്, കൊച്ചിയിൽ അദ്ദേഹം എത്തുന്നു, ഗുരുവായൂരിലാണ് പ്രധാനപ്പെട്ട പരിപാടി എന്നതുകൊണ്ട് തന്നെയാണ്. ഓർക്കണം, ഗുരുവായൂർ എന്നത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടെ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റോഡ് ഷോയിൽ അവിടെ സുരേഷ് ഗോപിയെ ആ റോഡ് ഷോയുടെ ഭാഗമായി അദ്ദേഹത്തെ ആ വേദി തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നിർത്തി എന്നത് വലിയ സന്ദേശം തന്നെയാണ് നൽകിയത്. അവിടുത്തെ നേതാക്കൾക്കൊക്കെ നൽകിയ സന്ദേശമാണ്. അദ്ദേഹം അവിടെ മത്സരിക്കുമെന്ന് തന്നെയാണ് ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയമായി നൽകുന്ന മറ്റൊരു സൂചന കൂടിയാണ്. എന്തായാലും BJP പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ട്. തുടർച്ചയായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. സംഘടനാ സംവിധാനത്തിൽ ആകെ അത് ഉണർവുണ്ടാക്കും
എന്നാണ് അവർ കരുതുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഒരു സംസ്ഥാന യാത്ര കൂടി ഇതിന് പിന്നാലെ ഉണ്ടാകും. അങ്ങനെ സർവ്വസജ്ജമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. ഒരുപക്ഷെ പ്രചാരണത്തിന് തന്നെ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം, അതിൻ്റെ തുടർച്ച എന്ന് വേണം കൊച്ചിയിലെ റോഡ് ഷോയെയും നാളത്തെ പരിപാടിയെയും കാണേണ്ടത്. ക്രിസ്റ്റീന, ശരി, തുടർച്ചയായ രണ്ടാം തവണയും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അത് ഒരു സാധാരണ സന്ദർശനത്തിലുപരിയായി അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയെ ഒരുക്കുക എന്ന തന്ത്രം കൂടിയുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് വിനീത വിജിയും എസ് വിജയകുമാറും കൊച്ചിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് ടി.എൻ. പ്രതാപൻ എം.പി. നരേന്ദ്രമോദി മത്സരിച്ചാൽ നേരിടാൻ കോൺഗ്രസ് തയ്യാർ. തൃശൂരിൽ പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലാണ് മത്സരമെന്നും ടി.എൻ. പ്രതാപൻ എം.പി. പറഞ്ഞു. ഞങ്ങൾക്ക് സത്യത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UDF-നെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല, ഭയങ്കര ഹരത്തിലാണ്, ഭയങ്കര ആവേശത്തിലാണ്. സുരേഷ് ഗോപി എത്ര കിരീടം സമർപ്പിച്ചാലും മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ടെന്ന പരാമർശത്തിലെ പാപക്കറയ്ക്ക് പരിഹാരമാകില്ലെന്നും ടി.എൻ. പ്രതാപൻ എം.പി. പറഞ്ഞു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വേഴ്സസ് പ്രൈം മിനിസ്റ്റർ വേഴ്സസ് UDF എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരുപാട് ആഴങ്ങൾ ഉണ്ടല്ലോ ആ ഒരു പ്രസ്താവനയ്ക്ക്. തീർച്ചയായും ക്രിസ്റ്റീന, നാളെ പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് എത്തുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി മത്സരിക്കാൻ വരണം എന്നൊരു വെല്ലുവിളിയുമായി സിറ്റിംഗ് MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ നടക്കുന്നത് പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാകണം. അങ്ങനെ പ്രധാനമന്ത്രി മത്സരിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയെ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണ്, UDF സംവിധാനം തയ്യാറാണ് എന്നൊരു വെല്ലുവിളിയാണ് ടി.എൻ. പ്രതാപൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനം, ആ മൗനം മറക്കാൻ കഴിയുന്നതല്ല. അത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി ഇന്നും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നതും തുടർച്ചയായി ഇവിടെ എത്തി ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കവും അല്ലെങ്കിൽ അനുനയ നീക്കങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ മണിപ്പൂരിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച മൗനം, അതിനുള്ള മറുപടി കൂടി തൃശ്ശൂരിൽ നൽകും എന്നുകൂടി ടി.എൻ. പ്രതാപൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലൂർദ് പള്ളിയിലെത്തി ലൂർദ് മാതാവിന് സുരേഷ് ഗോപി ഒരു കിരീടം, പൊൻകിരീടം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം ഇന്ന് പ്രതികരിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആണുങ്ങളുണ്ട് എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പരാമർശം വന്നത്. കാരണം അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ആ വാക്കുകളുടെ മുറിപ്പാട് അത് എത്ര സ്വർണ്ണ കിരീടം സമർപ്പിച്ചാലും മായുന്നതല്ല, അത് വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നുകൂടി ടി.എൻ. പ്രതാപൻ പറയുന്നു. എന്തായാലും രണ്ടാം തവണ മോദി പ്രധാനമന്ത്രി എന്തായാലും തൃശ്ശൂരിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തുന്നു. ആ വേളയിലാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ രംഗത്തെത്തിയിരിക്കുന്നു. ക്രിസ്റ്റീന, ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശ്ശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് ടി.എൻ. പ്രതാപൻ MP വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തന്റെ മനസ്സിന്റെ നാലയലത്തുപോലുമില്ലെന്ന് മുൻമന്ത്രി കെ ശൈലജ. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല. രണ്ടാം പിണറായി സർക്കാരിൽ തന്നെ ആരും തഴഞ്ഞിട്ടില്ല. താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്നും കെ ശൈലജ 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ പറയുകയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു വനിതാ പ്രതിനിധിയാണ്, ജനപ്രതിനിധിയാണ് ശ്രീമതി കെ ശൈലജ എന്ന് പറയുമ്പോൾ എന്തിന് താങ്കൾ അതിന് തടസ്സം നിൽക്കണം, എന്തിന് പ്രതിബന്ധം തീർക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തീരുമാനമല്ല അത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ നാലായിരത്തി ഞാൻ ചിന്തിച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോവുകയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം, എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക. അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ മന്ത്രിയാക്കാനൊക്കെ സാധിക്കുമോ? അങ്ങനെയല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ ശൈലജ ടീച്ചർ ഇല്ല. അങ്ങനെ അതിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ മട്ടന്നൂരിൽ നവകേരള സദസ്സ് വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദിവസവും ആളുകളെ കാണുന്ന അധ്യക്ഷയ്ക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു. അതൊരു അവഹേളന സ്വഭാവമുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല,
അദ്ദേഹം പാർട്ടിയുടെ പ്രബലനായൊരു നേതാവാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ താഴെ വളർന്നു വന്നിട്ടുള്ളവരാ. അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ അല്ലേ, ഒരാളിൻ്റെ ഗുഡ് ലിസ്റ്റും ബാഡ് ലിസ്റ്റൊന്നും ഇല്ല പാർട്ടിക്കകത്ത്. പക്ഷേ എന്നാലും ഒരു ശൈലജ ടീച്ചർ വളരെ ശരിയല്ല, അത്ര പ്രവർത്തിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, അത് ഏത് ഘടകത്തിലായാലും നിർവഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല, പിന്നെ പറയാൻ ഉപോത്ബലകമായി രണ്ടാമത് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം പറയാമല്ലോ. അതിനതൊന്നുമല്ല കാരണം. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെ സ്പീക്കിംഗ് ആണ്. കാരണം ശൈലജ ടീച്ചറെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതാണ് നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത്. അത് ശൈലജ ടീച്ചറുടെ അടുത്ത് പോലും ചിലവാവില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താ മുഖ്യമന്ത്രിക്ക് എന്നോടുള്ള മനോഭാവം? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തന്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയും. മത്സരിക്കുന്ന കാര്യം പാർട്ടി നിർദ്ദേശം അനുസരിച്ച് തീരുമാനിക്കും. MTയുടെയും M മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM ഉൾക്കൊള്ളുമെന്നും KK ശൈലജ 24നോട് പറഞ്ഞു. MT വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, താങ്കൾക്കറിയാം. തൊട്ടു പിന്നാലെ M മുകുന്ദൻ പറയുന്നു, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ഒഴിയേണ്ട സമയത്ത് സിംഹാസനങ്ങൾ ഒഴിയണം ഈ ജനായത്ത ഭരണ സംവിധാനത്തിൽ നിന്ന്. അപ്പോൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി എന്ന പോലെ തന്നെ കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണശൈലിയെയും ഇത്തരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, EMSനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതാണ് വിശദാംശങ്ങളുമായി KR ഗോപികൃഷ്ണൻ ചേരുകയാണ്. ഗോപി, ഇപ്പോൾ KK ശൈലജയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്ന ചില ഊഹാപോഹങ്ങൾ അതിനുള്ള മറുപടി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് പറയുന്നതിൽ ആ ഒരു വാദത്തിൽ കഴമ്പില്ല എന്ന് കൂടി പറയുന്നുണ്ടല്ലോ. മറ്റൊന്ന്, ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിന് അപ്പുറമായ ചില മോഹങ്ങൾ ഉണ്ടെന്ന കാര്യത്തിന് മറുപടി ആയിട്ടുണ്ടല്ലോ. കൃഷ്ണ, വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന സംവാദത്തിൽ എപ്പോഴും ചേർത്തുവെച്ച് നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ പരിഗണിച്ചിരുന്ന പേരാണ് KK ശൈലജയുടേത്. ഒരു ഘട്ടത്തിൽ ടീച്ചറമ്മ വരട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി എന്നൊക്കെയുള്ള ഒരു പൊതുവികാരം ഉണ്ടായ സാഹചര്യവും നമുക്കറിയാം. അതിനൊക്കെ പുറമെയാണ് KLF വേദിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുന്നതിന് നിലവിൽ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല എന്ന് KK ശൈലജ പറഞ്ഞ വാർത്തയും നമ്മൾ കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലും പശ്ചാത്തലത്തിലുമാണ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം ഞാൻ ശൈലജ ടീച്ചറോട് ചോദിച്ചത്. ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരാൻ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളില്ല എന്നാണ് താൻ പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം താൻ വനിതാ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുവെന്നല്ല. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആകണം എന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി ആകണം എന്നൊരു മോഹം തൻ്റെ സ്വപ്നങ്ങളിൽ, തൻ്റെ മനസ്സിൻ്റെ നാലയലത്ത് പോലും ഇല്ല എന്നാണ് ശൈലജ ടീച്ചർ ഇന്ന് വിശദീകരിച്ചത്. ഏതായാലും ശൈലജ ടീച്ചറുടെ പേരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന ഒരു വലിയ വിഷയവും വിവാദവുമായിരുന്നു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ടീച്ചർ ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ഇപ്പോൾ KLF വേദിയിൽ നടത്തിയ പരാമർശങ്ങളുടെ കൂടി വെളിച്ചത്തിൽ ടീച്ചർ വ്യക്തമാക്കുന്നത്, അതിൽ ഏറ്റവും അർഹതയുള്ള ആളുകൾ, അത് വനിതകളുടെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല. സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ അതിൽ കഴിവുള്ള ആളുകളാണ് താക്കോൽ സ്ഥാനങ്ങളിൽ എത്തേണ്ടത്. അതിന് ഏറ്റവും പ്രാപ്തിയുള്ള ആളുകൾ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തണം. അതിന് വനിതകൾക്ക് അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്ന നിലപാടാണ് തനിക്കുള്ളത് എന്ന് ശൈലജ ടീച്ചർ പറയുന്നു. നമുക്കറിയാം, ഈ പാർട്ടിയിൽ KK ശൈലജയ്ക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടയാളാണ് ശൈലജ ടീച്ചർ. അത് ഒരു തഴഞ്ഞ അനുഭവം, അതായത് പാർട്ടി വേണ്ട രീതിയിൽ ശൈലജ ടീച്ചർ പരിഗണിച്ചില്ല എന്നൊരു തോന്നലുണ്ടോ എന്ന ചോദ്യത്തിന് ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി, പാർട്ടി എല്ലാ തരത്തിലും തന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തൻ്റെ ഉള്ളിലുള്ള നേതൃഗുണങ്ങളെ പുറത്തു കൊണ്ടുവന്നതും രാഗി മിനുക്കിയതുമൊക്കെ പാർട്ടി സംവിധാനങ്ങൾക്കകത്ത് നിന്നാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു അന്യധാത്വം അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഒരു ഒഴിവാക്കൽ തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. നമുക്കറിയാം, പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് ശൈലജ ടീച്ചർ പുറത്തു പോയത് കൊണ്ടാണ് പലപ്പോഴും വേണ്ട രീതിയിൽ ഒരു പരിഗണന ശൈലജ ടീച്ചർക്ക് കിട്ടാത്തത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ധാരാളമായി. ആ കാര്യങ്ങളിലാണ് ശൈലജ ടീച്ചർ ഇന്നും പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ള ആളാണ് താൻ എന്ന് വിശദീകരിക്കുന്നതും വ്യക്തമാക്കുന്നതും. തൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പാർട്ടിക്കകത്ത് സംഘടനാ തലത്തിൽ താൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളും സാമൂഹിക രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആ നിലയിൽ ശ്ലാഘിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ള ആളാണ് താൻ എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിനെതിരെയും പിണറായി വിജയന്റെ ഭരണശൈലിക്കെതിരെയും എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് MT വാസുദേവൻ നായരും M മുകുന്ദനും ഒക്കെ നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ. ആ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത്, പാർട്ടി എല്ലാ കാലത്തും വിമർശനങ്ങളെ
വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി നേരിടുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തിരുത്തേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വിമർശനങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയും എന്നാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യം കൂടി ഞാൻ ടീച്ചറുമായുള്ള അഭിമുഖത്തിൽ ഉന്നയിച്ചിരുന്നു. കണ്ണൂരിൽ ആര് മത്സരിക്കണം എന്ന കാര്യം ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി വേദികളിലായിരിക്കും താൻ തൻ്റെ അഭിപ്രായം പറയുക. അത് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം തന്നെ ഈ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്ന ഒരു അവസരം കിട്ടിയാൽ അത് വേണ്ട എന്നാണ് തൻ്റെ മനസ്സ് പറയുന്നതെങ്കിൽ ആ കാര്യവും താൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ക്രിസ്ത്യന ഇത്തരം ചോദ്യങ്ങളോട് വ്യക്തമായ അതല്ലെങ്കിൽ നേരിട്ട് ഒരു ഉത്തരം ശൈലജ ടീച്ചർ പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും ടീച്ചർ പറഞ്ഞ വരികൾക്കിടയിൽ അതിന്റെ ഉത്തരങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപി, അതേപോലെ തന്നെ ഈ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അവിടെ വരികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം കൊണ്ട് അവിടുത്തെ കേട്ട് കഴിയുമ്പോൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിലാണ് താൻ ഇപ്പോഴും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ബാഡ് ലിസ്റ്റ് ഉണ്ടെന്നൊരു പരോക്ഷ പ്രസ്താവന കൂടിയാണോ അത്? ശൈലജ ടീച്ചർ ആ കാര്യവും പറഞ്ഞു. ഒരു ഗുഡ് ലിസ്റ്റ്, ഒരു ബാഡ് ലിസ്റ്റ് അങ്ങനെയൊന്നും നിലവിലെ സാഹചര്യത്തിൽ കാണേണ്ടതില്ല എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്ന കാര്യം ക്രിസ്ത്യനിക്ക് അറിയാമല്ലോ. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെ, ശൈലജ ടീച്ചറെ പോലുള്ളവരൊക്കെ തന്നെ അത്തരം മുതിർന്ന അംഗങ്ങൾ ഈ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതിന് പാർട്ടി അതിൻ്റെ വിശദീകരണങ്ങൾ നൽകിയെങ്കിൽ പോലും പൂർണ്ണമായും പുതിയ അംഗങ്ങളെ വെച്ചുകൊണ്ടുള്ളൊരു മന്ത്രിസഭയുണ്ടായി. മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുകയും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയും ചെയ്ത ഏക വ്യക്തിയാണ് ശൈലജ ടീച്ചർ. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യാന്തര വിശേഷണങ്ങൾക്ക് അർഹയാവുകയൊക്കെ ചെയ്തിട്ടും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല ടീച്ചർ എന്നുള്ള ഒരു പൊതു വിമർശനവും വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനൊരു കാരണമായി പുറത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് പിണറായി വിജയൻ്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് ടീച്ചർ പുറത്തായതാണ് ഇതിനൊക്കെ കാരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ശൈലജ ടീച്ചറോട് ഉന്നയിച്ചത്. അവിടെ ക്രിസ്ത്യൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ഗുഡ് ലിസ്റ്റും ബാഡ് ലിസ്റ്റും ഒന്നും പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഗുഡ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഗുഡ് ലിസ്റ്റിനകത്ത് താനുണ്ട് എന്ന് ടീച്ചർക്ക് വിശദീകരിക്കേണ്ടി വന്നത്. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KR ഗോപി. ആലപ്പുഴയിൽ പോലീസ് ലാത്തി ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്തിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, ജനറൽ സെക്രട്ടറി ശരണ്യ എന്നിവരെയും ഉച്ചയ്ക്ക് ശേഷം ആശുപത്രി മാറ്റും. പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിഭീകരമായ നരനായാട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഞാനതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. എന്തിനാണ് ഇത്ര ഈ ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പിണറായി രക്തദാഹി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ്. ഒരു പ്രതിഷേധവും തനിക്ക് എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ, സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ്. പോലീസിനെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം MP പ്രവീൺ, മേഘ എന്നിവരടക്കം 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന നേതാക്കൾ മേഘ രഞ്ജിത്തും MP പ്രവീണും അടക്കമുള്ള നേതാക്കൾ ഗുരുതരമായി അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവരുടെ ആരോഗ്യാവസ്ഥ? ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇപ്പോൾ അവർക്ക് നൽകുന്നത്? 2, പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വലിയ വിമർശനവുമായാണല്ലോ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം നരനായാട്ടാണ് നടന്നത് എന്നാണ് അവർ പറയുന്നത്. 3, ഈ നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുമുണ്ടല്ലോ.
ക്രിസ്റ്റീന, പോലീസ് നടത്തിയത് നരനായാട്ടാണെന്നാണ് രമേശ് ചെന്നിത്തല ഇതിനെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ പിണറായി വിജയൻ രക്തദാഹിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. ആ തരത്തിൽ ക്രൂരമായ ലാത്തിചാർജ് തന്നെയായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ നടന്നത്. 16 നേതാക്കന്മാരാണ്, യൂത്ത് കോൺഗ്രസിന്റെ 16 നേതാക്കന്മാർ നിലവിൽ ആശുപത്രിയിലുണ്ട്. അതിൽ മേഘ രഞ്ജിത്തിനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് വിദഗ്ധ ചികിത്സ വേണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയിട്ടുള്ളത്. തലകറക്കം, ഇടയ്ക്ക് ഛർദിയൊക്കെ അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് CT സ്കാൻ എടുത്ത ശേഷം നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. നിലവിൽ 2 നേതാക്കളെ കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും, അതായത് MP പ്രവീണിനെ ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശരണ്യ, ഈ 2 പേരെ കൂടി തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ മർദ്ദനമേറ്റിട്ടുണ്ട്. MP പ്രവീണിൻ്റെ ശരീരത്ത് 32 മുറിപ്പാടുകളുണ്ട്, ലാത്തി കൊണ്ട് അടിച്ച പാടുകളുണ്ട്. 7 സ്റ്റിച്ചാണ്, തുന്നിക്കെട്ടലുകളാണ് ഈ തലയിലുള്ളത്. ഒപ്പം തന്നെ തലയിൽ നിന്ന് രക്തസ്രാവം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ് നടപടിയും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിൽ ചില പോലീസുകാർക്കെതിരെ കല്ലേറും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് പോലീസിന്റെ വാദം. ഇതിനെ തുടർന്നാണ് പോലീസ് നിലവിൽ പോലീസിനെ ഉപദ്രവിക്കൽ, ഒപ്പം തന്നെ PDPP ആക്ട് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ളത്. 100ഓളം, കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ, ഒപ്പം തന്നെ 7 പേർക്കെതിരെ FIR ഇട്ടിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ്. അതിൽ ഈ ആശുപത്രിയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. നിലവിൽ ആശുപത്രിയിൽ ഇല്ലാത്ത മറ്റു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഒരു വശത്ത് സമരത്തെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുമ്പോൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പ്രതിഷേധിച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തിപ്പെടുത്താനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. ക്രിസ്റ്റീന. ശരി, ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിബാൽ. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 1, 3, 5, 7, 9 ഇത്രയും ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത്. KER അനുസരിച്ച് കാലാകാലം പാഠപുസ്തകങ്ങൾ ഇത്തരത്തിൽ പരിഷ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ 2,09,00,000 പുസ്തകങ്ങളാണ് വേണ്ടിവരുന്നത്. 2007 ആണ് മുൻപ് പരിഷ്കരണം നടന്നത്. അതിനുശേഷം ഇപ്പോൾ 2023 പരിഷ്കരണം നടത്തുന്നു. സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഇന്നും സംഘർഷം. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ കല്ലേറുണ്ടായതോടെ പോലീസ് ലാത്തി വീശി 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. അടൂരിൽ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടു. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ ശരിക്കാണ് കോഴിക്കോട് നിന്ന്. ഷഹദെ, പലയിടങ്ങളിലായി നടന്ന മാർച്ച് അത് അക്രമാസക്തമാകുന്നു. ഈ പ്രതിഷേധങ്ങൾക്കെതിരെ ലാത്തിചാർജ് ഉണ്ടാകുന്നു, പല സാധനങ്ങളും നശിപ്പിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? ക്രിസ്റ്റീന, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരം അത് തുടരുകയാണ്. ഇന്ന് കോഴിക്കോട്, ഒപ്പം തന്നെ മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രധാനമായിട്ടും പ്രതിഷേധ പരിപാടികൾ ഉണ്ടായത്. ഒട്ടുമിക്ക ജില്ലകളിലും ഈ സമരം അത് അക്രമാസക്തമായി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ അക്രമാസക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസ് പരമാവധി സംയമനം പാലിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മറ്റു രീതിയിലേക്ക് മാറി. പല ഘട്ടങ്ങളിലും പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഏകദേശം 3-ലധികം തവണ ജലപരങ്കി പ്രയോഗിച്ചു. അതോടൊപ്പം തന്നെ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ സ്റ്റൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പോലീസ് ഇന്ന് കളക്ടറേറ്റ് മാർച്ചിൽ സ്റ്റൺ ഉപയോഗിക്കുകയായിരുന്നു. അതായത് ഉഗ്ര ശബ്ദത്തോടുകൂടി ഈ കണ്ണീർ വാതകത്തിന് സമാനമായ ഒരു സംഭവമാണ്. അത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. ഏറെ നേരം വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചു. അത് വീണ്ടും സംഘർഷത്തിന് വഴിയൊരുക്കി. ഏറെ നേരം പണിപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ, അതായത് 10ഓളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. 2 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് മുതിർന്ന നേതാക്കൾ ഈ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ എത്തുകയും ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ മലപ്പുറത്തും ഒപ്പം തന്നെ തൃശ്ശൂരും പത്തനംതിട്ടയിലും വലിയ രീതിയിൽ മാർച്ചും ഒപ്പം തന്നെ സംഘർഷവും ഉണ്ടായി. ചിലയിടങ്ങളിൽ നേരിയ സംഘർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസാണ് ചുമത്തിയത് എന്നൊരു ആരോപണമാണ്
പ്രധാനമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആ പ്രതിഷേധ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ക്രിസ്റ്റീന. ശരി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിനും ജയിൽവാസത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പലയിടത്തും സംഘർഷഭരിതമായി. കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാനാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, പരുമല തിക്കപ്പുഴയിൽ മൊബൈൽ ടവറിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 2:30-ക്കാണ് സംഭവം. മൊബൈൽ ടവറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൽ നിന്നാണ് തീ പടർന്നത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. എന്തായാലും തീ അണച്ചിട്ടുണ്ട്. ആശങ്കപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ലെന്നാണ് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തെ പ്രവർത്തനം നിലച്ച തോട്ടങ്ങൾ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന ശുപാർശ തള്ളി സർക്കാർ. തൊഴിലാളി ലയങ്ങൾ സർക്കാർ ചെലവിൽ പുനരുദ്ധരിക്കണമെന്ന നിർദ്ദേശത്തിനും അംഗീകാരമില്ല. തോട്ടം തൊഴിലാളികൾക്കായി സമഗ്ര പദ്ധതി സർക്കാർ തയ്യാറാക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ലയങ്ങളിൽ താമസിച്ച് ബുദ്ധിമുട്ടനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ സ്ഥലം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് മറ്റേതെങ്കിലും പുതിയ സ്കീമുകൾ ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. സ്വകാര്യ തോട്ടങ്ങൾ പലതും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനക്ഷമമായതുകൊണ്ട് തന്നെ തൊഴിലാളികളും തോട്ടമുടമകളും ഒരുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു പ്രപ്പോസൽ നേരത്തെ RKDA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഈ യോഗം തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ഈ തൊഴിലാളി ലയങ്ങളിലെ ജീവിതം അത് എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്കൊക്കെ അറിയാം. അക്കാര്യത്തിൽ ഒരു പുനരുദ്ധാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, എന്നാൽ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില നടപടികൾ ഉണ്ടാവും. ഇതാണോ വനമന്ത്രി പറഞ്ഞത്? ക്രിസ്റ്റീന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തോട്ടങ്ങൾ, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം, വനംവകുപ്പ് ഏറ്റെടുക്കണം എന്നതായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശം. അതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിതല സമിതി പരിശോധിച്ചത്. ആ സമിതിയുടെ പരിശോധനയിൽ ഈ പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാത്ത തോട്ടങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുന്നു, ഈ നഷ്ടപരിഹാരം നൽകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണമായി വിശദീകരിക്കപ്പെടുന്നത്. പക്ഷേ എന്നാൽ ഈ സർക്കാർ പാട്ടത്തിന് നൽകിയ തോട്ടങ്ങൾ ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നും ഉയരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന നിർദ്ദേശമായിരുന്നു കമ്മീഷന്റെ ഈ ലയങ്ങളുടെ പുനരുദ്ധാരണം, അതായത് തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളുടെ പുനരുദ്ധാരണം. അത് സർക്കാർ ചെയ്യേണ്ടതില്ല. അതിന് വനമന്ത്രിയോട് നമ്മൾ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം തോട്ടം ഉടമസ്ഥനാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ എന്തിനാണ് അവിടെ ചെയ്യുന്നത്, അതിൻ്റെ ഗുണം തൊഴിലാളികൾക്ക് കിട്ടില്ല. പക്ഷേ ലൈഫിന് സമാനമായ ഒരു സമഗ്ര പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും നിർണായകമായ തീരുമാനം ഈ തോട്ടങ്ങൾ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം സർക്കാർ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൽ നേതൃമാറ്റം. പുതുതായി കോൺഗ്രസിൽ ചേർന്ന YS ശർമിളയെ അധ്യക്ഷയായി നിയമിച്ചു. രാജിവെച്ച നിലവിലെ അധ്യക്ഷൻ G രുദ്രരാജ്യ വർക്കിംഗ് കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവാകും. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ്. മനീഷ്, പാർട്ടിയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്? കൃഷ്ണ, നിലവിൽ അധ്യക്ഷ സ്ഥാനത്തിൽ മാത്രമാണ് മാറ്റമുള്ളത്. രുദ്രരാജു മാറുന്നു. അദ്ദേഹം ഇന്നലെയാണ് രാജിവെക്കുന്നത്. വളരെ വേഗത്തിലായിരുന്നു രാജി എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് പുതിയ അധ്യക്ഷയായി YS ശർമിളയെ നിയമിച്ചിരിക്കുന്നു AICC എന്നുള്ളതാണ്. ആ ഒരു മാറ്റം മാത്രമാണ് നിലവിൽ അവിടെ നടത്തിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നടത്തിയിട്ടുള്ളത് ആ ഒരു മാറ്റം മാത്രമാണ്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. അതായത് YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിക്കുകയും അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുമാണ് കോൺഗ്രസ്. കാരണം ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഈ മാറ്റങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല YS രാജശേഖര റെഡ്ഡിയുടെയും ഈ ശർമിളയുടെയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള YS ജഗൻമോഹൻ റെഡ്ഡിയുടെയൊക്കെ മാതാവിനെ വിജയമ്മയെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക, ആദ്യഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയമ്മയെ നിർത്തുക എന്നുള്ളൊരു കാര്യം കൂടി കോൺഗ്രസ് എന്തായാലും ആലോചിക്കുന്നുണ്ട്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിന്റെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു YS രാജശേഖര റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ അവിടെ ഈ തവണ കളത്തിലിറക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. YS ശർമിളയിലൂടെ അത് സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ആ രീതിയിലൊക്കെയുള്ള ചർച്ചകൾ എന്തായാലും ആന്ധ്രാപ്രദേശിൽ പുരോഗമിക്കുന്നു. നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ PCCയുടെ അധ്യക്ഷയായി YS ശർമിള എത്തുന്നു. എല്ലാവരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം, ആന്ധ്രാപ്രദേശിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും എന്നുള്ളതാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ YS ശർമിള പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃഷ്ണ.
ശരി, ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ പാഠപുസ്തകങ്ങളുടെയും ആമുഖമായി ചേർക്കും. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ കൂട്ടാനുള്ള ആലോചനയുണ്ട്. അത് അധ്യാപക സംഘടനകളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. മറ്റൊന്ന് NCERTയിൽ നിന്ന് വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ അത് കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി ഉൾപ്പെടുത്തും. ഇത്തരം കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഇൻഡിഗോ വിമാന കമ്പനിക്കും മുംബൈ വിമാനത്താവളത്തിനും വ്യോമയാന മന്ത്രാലയത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. വിമാനത്താവളത്തിൽ യാത്രക്കാരൻ റൺവേയോട് ചേർന്നുള്ള റോഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. വ്യോമയാന മന്ത്രാലയവുമായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ്? ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് ഏത് രീതിയിൽ യാത്രക്കാരെ ബാധിക്കുമെന്നാണ് വ്യോമയാന മന്ത്രാലയം പറയുന്നത്? ക്രിസ്റ്റീന, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം മൂടൽമഞ്ഞ് കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ മുംബൈയിൽ അടിയന്തരമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് യാത്രക്കാർ പ്രതിഷേധമുയർത്തി. അതിന്റെ ഭാഗമായാണ് ഈ റൺവേയോട് ചേർന്നുള്ള റോഡിലിരുന്ന യാത്രക്കാർ ഭക്ഷണം കഴിച്ചത്. ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചു. ഇതിന് പിന്നാലെ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വിവിധ മന്ത്രാലയത്തിലെ വിവിധ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ രാത്രി അടിയന്തര യോഗം ചേർന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇൻഡിഗോ കമ്പനിക്കും മുംബൈ എയർപോർട്ടിനുമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിഭാഗം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള വിശദീകരണം, അതിനുള്ള ദിവസം ഇന്ന് ഒരു ദിവസം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിനുള്ളിൽ കൃത്യമായ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക പിഴ ഉൾപ്പെടെയുള്ള ചുമത്തി നടപടികൾ, അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുമെന്നും ഈ ഒരു നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഇൻഡിഗോ ഖേദം പ്രകടിപ്പിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മൂടൽമഞ്ഞ് കാരണം നിരവധി ഫ്ലൈറ്റുകൾ വൈകുകയും ഒപ്പം തന്നെ യാത്രക്കാരുടെ പ്രതിഷേധവും അനുദിനം തുടരുകയാണ്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഗൈനക്കോളജിസ്റ്റിനും പോലീസിനുമെതിരായ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിംഗ് വിഭാഗം അന്വേഷിക്കും. പീഡനശേഷം ഡോക്ടർ KV പ്രീതി മൊഴി രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ബൈജു നാഥാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. സമീർ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ക്രിസ്റ്റീന, കഴിഞ്ഞ മാർച്ച് 18-നാണ് കേസിന് ആസ്പദമായ സംഭവം. തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ പാതിമയക്കത്തിലായിരുന്ന യുവതിയെ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിയാണ്. വിശദമായ മൊഴി നൽകിയെങ്കിലും അക്കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് അതിജീവിതയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പിനും ഒപ്പം തന്നെ പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആ വേളയിലാണ് പോലീസിൽ നിന്നും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൽ നിന്നും നീതി ലഭ്യമാകുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ യുവതി സമീപിച്ചത്. അതിജീവിത ഇന്ന് കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിനെത്തിയിരുന്നു. ആ വേളയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ഒപ്പം തന്നെ ജുഡീഷ്യൽ അംഗവുമായ ബൈജുനാഥ് യുവതിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണം, ശക്തമായ അന്വേഷണം വേണം എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുകയും കമ്മീഷന്റെ പോലീസിംഗ് വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ തുടരുകയാണ്. തനിക്ക് നീതി ലഭ്യമാകും എന്ന വിശ്വാസമാണ് ഉള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ നടപടിയിൽ വലിയ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് അതിജീവിത പ്രതികരിക്കുന്നത്. ക്രിസ്റ്റീന. വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനിടെ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഇടപെടാനൊരുങ്ങി ദേശീയ ഗുസ്തി ഫെഡറേഷൻ. WFAIയുടെ അംഗീകാരമുള്ള സംസ്ഥാന യൂണിറ്റുകൾ ദേശീയ മത്സരങ്ങൾക്ക് ടീമുകളെ അയക്കും. ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കാൻ അഡ്ഹോക് കമ്മിറ്റിക്ക് അധികാരമില്ലെന്നും അധ്യക്ഷൻ സഞ്ജയ് സിംഗ് പറഞ്ഞു. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ WFI ദേശീയ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ അഡ്ഹോക് കമ്മിറ്റിക്ക് അതിൽ ഇടപെടാനുള്ള അവകാശമില്ലെന്ന പരാമർശം ഗുസ്തി ഫെഡറേഷനിൽ ഈ സഞ്ജയ് സിംഗ് കൂടുതൽ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്?
ക്രിസ്റ്റീന, ഈ കായിക മന്ത്രാലയം പുതിയ WFAയുടെ ഭരണസമിതിയെ പിരിച്ചുവിട്ടതിന് പിന്നാലെ പ്രത്യക്ഷമായി തന്നെ ആരോപണങ്ങൾ ഉയർത്തി നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ സഞ്ജയ് സിംഗ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പുതിയതായ ഭരണസമിതിയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ നിലപാട് ഇപ്പോൾ പുതിയ ഭരണസമിതി അറിയിക്കുന്നത്. അതായത് WFAയുടെ അംഗീകാരമുള്ള സംസ്ഥാന യൂണിറ്റുകൾ അത് ദേശീയ മത്സരങ്ങളിൽ ടീമുകളെ അയക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം തന്നെ അഡ്ഹോക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടിയല്ല. കാരണം ഈ ഒരു WFAയുടെ ഭരണഘടന അത് പ്രകാരം ഫെഡറേഷനാണ് ഈ ദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള അധികാരം. അഡ്ഹോക് കമ്മിറ്റിക്ക് അത്തരമൊരു അധികാരം നൽകുന്നില്ലെന്നും സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ WFAയുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിക്കുമെന്ന് കൂടി സഞ്ജയ് സിംഗ് ആവർത്തിക്കുകയാണ്. ഒപ്പം ഈ കായിക മന്ത്രാലയത്തിന്റെ നടപടി നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് ഒരുങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്. KLF വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ MT വാസുദേവൻ നായർക്കെതിരെ G സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MT വരണ്ട, ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി. MT പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും G സുധാകരൻ പരിഹസിച്ചു. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ വായിച്ചു പഠിക്കണം. അത് പറയാൻ MT വാസുദേവൻ നായരെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ ഇതുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിൽ നിന്ന് തോന്നി പറഞ്ഞു ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് മുൻപിൽ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങാം. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ, അതും വെറുതെ ഷോയാണ്. അപ്പോൾ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. ഇതോട് പറഞ്ഞില്ല. അത് ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം. ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. താൻ പറയുന്നത് അച്ചടക്ക ലംഘനമല്ല പാർട്ടി നയങ്ങളെന്ന് G സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ VS കഴിഞ്ഞാൽ പാർട്ടി അംഗത്വത്തിൽ സീനിയർ താനാണ്. തനിക്ക് 60 വർഷമായി പാർട്ടി അംഗത്വമുണ്ടെന്നും G സുധാകരൻ പറഞ്ഞു. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ MT വാസുദേവൻ നായർക്കെതിരായ പരാമർശം, ഇത് പറയണമായിരുന്നെങ്കിൽ, പറഞ്ഞതിൽ തെറ്റില്ല, പറയണമായിരുന്നെങ്കിൽ മുൻപ് പറയാമായിരുന്നല്ലോ എന്ന ചോദ്യം. അതേപോലെ തന്നെ പാർട്ടിയിൽ താൻ വളരെ സീനിയറാണ്, 60 വർഷമായി പാർട്ടി അംഗത്വമുണ്ട്, അതുകൊണ്ട് തന്നെ 60 വർഷമായി പാർട്ടി അംഗത്വമുള്ള തനിക്ക് ചില കാര്യങ്ങൾ പറയാം. ഇതാണോ G സുധാകരൻ പറഞ്ഞു വെക്കുന്നത്? കൃഷ്ണന് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഈ നിലവിൽ അധികാര രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ വിമർശിച്ച MT വാസുദേവൻ നായരുടെ വാക്കുകളെ കുറെ കൂടി അദ്ദേഹം ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതിനുശേഷം ഉണ്ടായ മറ്റ് പ്രതികരണം, മറ്റ് സാഹിത്യകാരന്മാർ ആ ഒരു വിഷയത്തിനെ എങ്ങനെ കണ്ടു, അതുപോലെ തന്നെ മറ്റ് സാഹിത്യകാരന്മാർ എങ്ങനെ ആ വിഷയത്തിൽ പ്രതികരിച്ചു, അതിനെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MT വാസുദേവൻ നായർ മാർക്സിസം പറയാൻ വരേണ്ട കാര്യമില്ല. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴേക്കും കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി. ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു. MTക്ക് പിന്നാലെ M മുകുന്ദൻ, NS മാധവൻ അടക്കമുള്ള സാഹിത്യകാരന്മാർ അദ്ദേഹത്തിന്റെ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതിനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ CPM-ന്റെ അനുകൂല അധ്യാപക സംഘടന സംഘടിപ്പിച്ചൊരു സമരം ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MT വാസുദേവൻ നായർ ഇനി അഥവാ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെയോ CPIM-നെയോ അല്ല, അത് ജനങ്ങളോടാണ് ആ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പല സാഹിത്യകാരന്മാരും സംസാരിച്ചുവെങ്കിലും ഒരാൾ മാത്രം ഏറ്റുപറയാത്ത ഒരാൾ മാത്രമാണുള്ളത്, T പത്മനാഭനാണ്. ഇതൊക്കെ വലിയ വിപ്ലവമാണെന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറും മുൻവിധി മാത്രമാണ്, അല്ലെങ്കിൽ അതൊന്നും യഥാർത്ഥ കാര്യങ്ങളല്ല എന്നുള്ള വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MT വാസുദേവൻ നായർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇനി വരേണ്ട കാര്യമില്ല, മുൻപ് ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഈ മാർക്സിസം സംബന്ധിച്ചുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം അതിന് പറയേണ്ട കാര്യമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് ആലപ്പുഴയിൽ ഇന്ന് കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്.
പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്നിന് വധഭീഷണി. ഖലിസ്ഥാനി നേതാവ് ഗുർപന്ത്വന്ത് പന്നുവാണ് ഭീഷണി മുഴക്കിയത്. റിപ്പബ്ലിക് ദിനത്തിൽ വധിക്കുമെന്നാണ് ഭീഷണി. പഞ്ചാബ് DGPക്കെതിരെയും വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഈ നിജ്ജാറിന്റെ കൊലപാതകത്തിന് ശേഷം വ്യാപകമായി ഡൽഹിയിലുമൊക്കെ ഈ ഖലിസ്ഥാൻ അനുകൂല ഗ്രാഫിറ്റികളും എഴുത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വധഭീഷണി, അതും റിപ്പബ്ലിക് ദിനത്തിൽ വധിക്കുമെന്ന ഭീഷണി വന്നിരിക്കുന്നു. വിവരങ്ങൾ. ഖാലിസ്ഥാൻ നേതാവ് ഗുർപന്ത്വന്ത് സിംഗിന്റെ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അത് പലതവണയാണ് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങൾക്കെതിരെയും അധികാരികൾക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് ഈ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിവസത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്നിനെ വധിക്കുമെന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ DGP ഗൗരവ് യാദവിനെയും വധിക്കുമെന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ ഗുർപന്ത് സിംഗ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ പഞ്ചാബ് പോലീസ് സേന ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കിയിരുന്നു. പല ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രങ്ങൾ പോലീസ് പരിശോധന നടത്തുകയും അതെല്ലാം തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ കൂടിയാണ് ഈ ഭീഷണി സന്ദേശം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതിനു മുൻപ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു ഭീഷണി സന്ദേശം. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊന്നുമില്ലാതെ സ്വതന്ത്രരായി വരുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു വെല്ലുവിളി ഉയർത്തിയുള്ള ഒരു സന്ദേശമായിരുന്നു അന്ന് ഉണ്ടായത്. എന്തായാലും ഈ ഭീഷണി സന്ദേശം കണക്കിലെടുത്ത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അതുകൂടി ശക്തമായി വരികയാണ്. സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.